ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കരുതും നല്ലിടയൻ, കരുതും നല്ലിടയൻ, നന്മകൾ തന്നെന്നെ നീതിയിൻ പാതയിൽ എന്നെന്നും വഴി നടത്തും. നന്മകൾ തന്നെന്നെ നീതിയിൻ പാതയിൽ എന്നെന്നും വഴി നടത്തും. കരുതും നല്ലിടയൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. കഴിഞ്ഞ 27 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും അല്പമായിട്ട് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് 2-ാം അധ്യായം 19-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ സത്യങ്ങൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 19-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ ഓരോ സഭകളിലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഞാൻ അറിയുന്നു. അത് ആ സഭയുടെ നല്ല ഗുണമായാലും അവരുടെ തെറ്റായ കാര്യങ്ങളിലായാലും അത് എടുത്തു പറഞ്ഞ് കർത്താവ് പറയുകയാണ് ഞാൻ അറിയുന്നു എന്നുള്ളത്. നാം വായിച്ച ഈ വേദഭാഗത്ത് തുയത്തൈര സഭയോടുള്ള ദൂതിൽ സഭാകാന്തൻ പറയുകയാണ് ഞാൻ അറിയുന്നു. എന്തൊക്കെയാണ് അറിയുന്നത് എന്നുള്ളത് അവിടെ പറയുകയാണ്. നിൻ്റെ പ്രവൃത്തി, നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവ അറിയുന്നു. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്ന് അറിയുന്നുവെന്നാണ്. അപ്പോൾ അവരുടെ ദൈവം അവരെ ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷ, അതിൻ്റെ അവസാനം വരെയും അവർ ഏറ്റവും നന്നായിട്ട് അത് കാത്തു സൂക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അവിടെ ആദ്യമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ് സ്നേഹം. നിൻ്റെ സ്നേഹം അത് ഞാൻ അറിയുന്നു. തുയത്തൈര സഭയെ സംബന്ധിച്ച് അവരുടെ ആദ്യ സ്നേഹം അത് അവസാനം വരെയും അവർ ഏറെയായി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ഘടകമാണ് സ്നേഹം എന്നുള്ളത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല, സ്നേഹമില്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു പ്രയോജനമില്ല എന്നുള്ളത് നമുക്ക് ആ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. സ്നേഹമില്ലാതെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടാകുകയോ മാത്രമല്ല ദൈവനാമം മഹത്വപ്പെടുകയോ ചെയ്യുകയില്ല. അപ്പോൾ ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്നുള്ളത് ദൈവസ്നേഹമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് അവിടെ പറയുകയാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ പിന്നിലും ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. ഗലാത്യലേഖനം 5:6 നാം ഇങ്ങനെ വായിക്കുന്നു: സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, വിശ്വാസം പ്രവൃത്തികളില്ലാതെ ആയാൽ സ്വതവേ അത് നിർജീവമാകുന്നു. അപ്പോൾ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഘടകം എന്നുള്ളത് ദൈവസ്നേഹം ആണ്. 1 തെസ്സലോനിക്കർ 1:3 നാം വായിക്കുന്നത് വിശ്വാസത്തിൻ്റെ വേല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതൊരു പ്രവൃത്തിയാണ്, അതൊരു വേലയാണ്. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിൻ്റെ വിശ്വാസം അവർ മുറുകെ പിടിക്കുകയാണ്. അവരുടെ ആദ്യത്തെ ആ പ്രവൃത്തിയിലും അതിൻ്റെ ഒടുവരെയും അവർ അത് കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് അവിടെ പറയുകയാണ് ശുശ്രൂഷ. പ്രാദേശിക സഭകളുടെ എല്ലാവിധ ശുശ്രൂഷയും ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുന്ന പദം. അപ്പോൾ സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിൻ്റെ സഹിഷ്ണുത. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുകയും വഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ ദൈവപൈതലിൻ്റെയും കടമയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടങ്ങളിലും പീഡനങ്ങളിലും കർത്താവിൽ വസിച്ചവരാണ് തുയത്തൈര സഭാവിശ്വാസികൾ. അപ്പോൾ കർത്താവ് അവരുടെ പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതിലും ഒടുവിൽ അത് ഏറെയായിരുന്നു എന്നുള്ളതാണ് കർത്താവ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഇവർക്ക് ഈ തുയത്തൈര സഭയെ സംബന്ധിച്ച് പ്രശംസനീയമായ വാക്കുകളാണ് സഭാകാന്തൻ ഇവിടെ ഈ ദൂതിൽ അറിയിക്കുന്നത്. എന്നാൽ എഫേസോസ് സഭയെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവരുടെ ആദ്യ സ്നേഹം അവർ വിട്ടുകളഞ്ഞു. അതൊരു കുറ്റമായിട്ടാണ് സഭാകാന്തൻ അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ആദ്യ സ്നേഹം അവർ മെച്ചമായിരുന്നെങ്കിലും നല്ല നിലയിൽ അവർ കൊണ്ടുപോയിരുന്നു എങ്കിലും ഒടുവിൽ അതിന് ശോഷണം സംഭവിച്ചു. അതൊരു കുറ്റമായിട്ട് കർത്താവ് അവിടെ എടുത്തു പറയുകയാണ്. എന്നാൽ തുയത്തൈര സഭയെ സംബന്ധിച്ച് അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരെ പ്രശംസിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചത് സൽപ്രവർത്തിക്കായിട്ടാണ്. അത് ക്രിസ്തുയേശുവിൽ നാം ചെയ്തു പോരേണ്ടതാണ്. അതാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നാമും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വർത്തിച്ചു വരുന്നവരായിട്ട് നമുക്ക് തീരാം. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറന്നു കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് പറയുകയാണ്, ഞാൻ അറിയുന്നു. അപ്പോൾ ഈ തുയത്തൈര സഭയെ സംബന്ധിച്ചും കർത്താവിന് പറയുവാനുള്ളത് അതൊന്നു മാത്രമാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മയെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ആദ്യം നാം ചെയ്തു പോരുന്നത് പോലെ അതിൻ്റെ ഒടുവരെയും അത് കാത്തു സൂക്ഷിച്ച് കർത്താവിൽ നിലനിൽക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.